ഹായ് ഗൈസ്, കബീർ KMC എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്ര പോവുകയാണ്. എറണാകുളം എടപ്പള്ളിയിൽ നിന്നും മൂന്നാർ വട്ടവട വരെ സ്കൂട്ടറിൽ ഒരു യാത്ര. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ എടപ്പള്ളിയിൽ നിന്നും യാത്ര ആരംഭിച്ചു. ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം, നേരിയമംഗലം വഴി ജിയപ്പാറ, വാളറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോയത്. സമയം 10 മണിയായിരിക്കുന്നു. അതിനുശേഷം നേരെ അടിമാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അടിമാലിയിൽ നിന്നും തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങി. അതുപോലെ മഞ്ഞിൽ പുതച്ച മലകളൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ചു കൊണ്ട് അവിടെ നിന്ന് നേരെ മുമ്പോട്ട് നീങ്ങുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതിനാൽ കുറച്ച് പൊടിപടലങ്ങളൊക്കെ ശ്വസിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചു. എങ്കിലും കാടുകൾക്കിടയിലുള്ള ഈ യാത്ര അതിമനോഹരമായിരുന്നു. പൈൻമരങ്ങൾക്കിടയിലൂടെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് മഞ്ഞിൽ പുതച്ച മലകളൊക്കെ കണ്ട് ആസ്വദിച്ചു കൊണ്ടാണ് യാത്ര. അതിമനോഹരമായിരുന്നു. മനസ്സിന് കുളിരേകിയ ഒരു യാത്ര തന്നെയായിരുന്നു. സന്തോഷമായിരുന്നു. അങ്ങനെ സമയം 12 മണിയാകുമ്പോഴേക്കും മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാർ ടൗണിൽ നിന്നും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ നേരെ വട്ടവടയിലേക്ക് പിടിക്കുകയാണ്. വട്ടവട പോകുമ്പോൾ ആദ്യം കാണുന്ന റോസ് ഗാർഡനിൽ കയറിയിട്ട് അവിടുത്തെ ഒരുപാട് ഫ്ലവറുകളൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് തേയിലത്തോട്ടത്തിലൊക്കെ കയറിയിട്ട് അതൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ മുമ്പോട്ട് നീങ്ങുകയാണിപ്പോൾ. അടുത്തതായി റിപ്പിൾ ടീ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടെ പോയിട്ട് ഐസ് ടീയും കേക്കും കഴിച്ചിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നേരെ മുമ്പോട്ട് പോവുകയാണ് ഫോട്ടോ പോയിൻറ്റിലേക്ക്. ഫോട്ടോ പോയിൻറ്റിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഒരുപാട് ജനങ്ങളൊക്കെ ഉള്ള തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് ഫോട്ടോ പോയിൻറ്റ്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടുന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ്. ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. കണ്ണൻ ദേവൻ ചായയുടെ ടീ ഫാക്ടറിയിൽ പോയിട്ട് ചായപ്പൊടി ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചു. അവിടുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നേരെ ചായ് ബസാറിൽ കയറിയിട്ട് ചായപ്പൊടിയൊക്കെ വെറൈറ്റി ചായപ്പൊടികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് അതിൽ നിന്നൊരു ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ വട്ടവടയിലേക്ക് പോവുകയാണ്. ഇനിയുള്ള കാഴ്ച വട്ടവടയിൽ നിന്നും തിരിച്ചു വരുന്നതായിരിക്കും. കാരണം 4 മണിക്ക് വട്ടവട എത്തിയിട്ട് അവിടെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നേരെ ടോപ്പ് സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകേണ്ടത്. അങ്ങനെ നേരെ വട്ടവടയിലേക്ക് പോയി അവിടുത്തെ പഴത്തോട്ടത്തിലൊക്കെ കയറിയിട്ട് പച്ചക്കറി തോട്ടവും കണ്ട് സ്ട്രോബെറി തോട്ടത്തിലും കയറിയിട്ട് അതൊക്കെ കണ്ട് ആസ്വദിച്ച് അതിൽ നിന്നും സ്ട്രോബെറിയൊക്കെ പറിച്ച് തിന്നിട്ട് നേരെ സൺഫ്ലവർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ നിന്നും ചെണ്ടുമല്ലിപ്പൂവും ഇതൊക്കെ കണ്ടതിന് ശേഷം അണി മ്യൂസിയത്തിൽ കയറിയിട്ട് തേനൊക്കെ ഉണ്ടാക്കുന്ന തേനിൻ്റെ ശേഖരങ്ങളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ സമയം 5:57 ആയിരിക്കുകയാണ്. കാരണം 6 മണിയാകുമ്പോൾ വട്ടവടയുടെ ഗേറ്റ് അടക്കുന്നതായിരിക്കും. 6 മണി വരെയാണ് അവിടെ എൻട്രി. അപ്പോൾ അത് വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് വരേണ്ടതാണ്. അതല്ലെങ്കിൽ വട്ടവടേൻ്റെ അകത്ത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ അവിടെ സ്റ്റേ ചെയ്യാതെ അവിടെ നിന്ന് തിരിച്ച് വന്ന് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷനിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ടോപ്പ് സ്റ്റേഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ കുതിര, ആന, ഒട്ടകം, മയിൽ, കുരങ്ങൻ, അങ്ങനെ പല മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കണ്ട് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരം തണുപ്പാണ്. അതൊക്കെ തണുത്ത കാറ്റൊക്കെ അടിച്ചു കൊണ്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് തമിഴ്നാട് സ്റ്റേറ്റാണ്. അവിടുത്തെ തേനി എന്ന് പറയുന്ന ഒരു ജില്ലയാണിത്. തമിഴ്നാട്ടുകാരാണ് ഇവിടെ കൂടുതലും ബിസിനസ് ചെയ്യുന്നത്. തമിഴ്നാട്ടുകാരെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടുന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. വെറൈറ്റി പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. പേരറിയാത്ത പക്ഷികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട്
ആസ്വദിച്ച് അവിടെ നിന്ന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്നത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ തേയിലത്തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അടുത്തത്. അങ്ങനെ സമയം 9:30 മണിയായി. അപ്പോഴേക്കും തിരിച്ച് വരുമ്പോൾ കുരങ്ങന്മാരുടെ വികൃതികളൊക്കെ കാണാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ഞാൻ എൻ്റെ ഫോണിൽ അത് ഒപ്പിയെടുത്ത് അവിടെ നിന്ന് നേരെ മുമ്പോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം ഈ ജീപ്പിലൊക്കെയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. ഓഫ് റോഡൊക്കെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നേരെ 10 മണിയാകുമ്പോൾ തേയിലത്തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തേയിലത്തോട്ടത്തിൽ അവിടെ കുറേ ചേച്ചിമാർ തേയില പറിച്ചിട്ട് അതൊരു കൊട്ടയിലാക്കിയിട്ട് റോഡ് സൈഡ് വെക്കും. അതൊക്കെ കളക്ട് ചെയ്ത് ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ ബിസിനസ്, ഇവിടുത്തെ തൊഴിൽ. അങ്ങനെ അതൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പഠിച്ച് അതൊക്കെ അറിഞ്ഞ് അവരോട് ചേച്ചിമാരോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നേരെ അവിടെ നിന്നും കാര്യങ്ങളൊക്കെ അറിയതാ. ചേച്ചിമാർ ഇവിടെ തേയില പറിക്കുന്നത് രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ കണ്ട് ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നല്ല തണുത്ത കാലാവസ്ഥയാണ്, അതിമനോഹരമായ സ്ഥലമാണ്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ കാബേജ് തോട്ടം അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ കണ്ട് സ്കൂട്ടറിൽ പോയതുകൊണ്ടൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് തോന്നിയ സ്ഥലത്ത് നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ നിർത്തിയിട്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അങ്ങനെ നേരെ പോകുന്നത് എക്കോ പോയിൻറ്റിലേക്കാണ്. എക്കോ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എക്കോ പോയിൻറ്റിലും അതേപോലെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നേരെ മുമ്പോട്ട് നീങ്ങുകയാണ്. മാട്ടുപ്പെട്ടിയിലേക്കാണ് അടുത്ത യാത്ര. അങ്ങനെ മാട്ടുപ്പെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. മാട്ടുപ്പെട്ടിയിൽ പോയിട്ട് അവിടുത്തെ ചെറിയ ഒരു ബിസിനസ്സൊക്കെ ഉണ്ട് ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ. അതൊക്കെ കണ്ട് അതൊന്ന് ആസ്വദിച്ചതിന് ശേഷം ബോട്ടിങ് അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം നേരെ വെറൈറ്റി ചോക്ലേറ്റുകളൊക്കെ ഒരുപാട് ഫ്രഷ് ചോക്ലേറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെയും ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് ജനത്തിരക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റി. സമയം 1 മണി, ഉച്ചക്കുള്ള 1 മണിക്ക് ഞങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നേരെ മുമ്പോട്ട് പോവുകയാണ്. അടുത്തത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോയത്. ലൈവായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതൊക്കെ കണ്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ കാഴ്ചകൾ കണ്ട് ഒരുപാട് സോപ്പുകൾ, പപ്പടങ്ങൾ, ക്രീമുകൾ, പൗഡറുകൾ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാക്കുന്നു. വെറൈറ്റി ചോക്ലേറ്റുകൾ ഉണ്ടാക്കും. അതൊക്കെ കണ്ട് നേരെ മുമ്പോട്ട് പോയി ഇപ്പോൾ റിപ്പിൾ ടീയിലെത്തിയിട്ട് 2 ചായയൊക്കെ പറഞ്ഞിട്ട് അതും കുടിച്ച്, നല്ല ചായയാണ്. അതൊക്കെ കുടിച്ചതിന് ശേഷം റിപ്പിൾ ടീയും വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ മുമ്പോട്ട് മൂന്നാറിലേക്ക് പോയി. മൂന്നാറിലെത്തി അവിടുത്തെ കാഴ്ചകളും കണ്ട് അവിടെ നിന്ന് കുറച്ച് ഗാർഡൻസൊക്കെ കാണാനുണ്ട്, പാർക്കുകൾ കണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം നേരെ പോവുകയാണ് എടപ്പള്ളിയിലേക്ക്, എറണാകുളത്തേക്ക്. അതിമനോഹരമായ യാത്ര തന്നെയായിരുന്നു.